ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയത്തിൽ പാലാഴി മഥനത്തിൻ്റെ അതോട് ചേർന്ന് തന്നെയാണ് ലക്ഷ്മി സ്വയംവരം. അതായത് പാലാഴിൽ നിന്ന് ദേവി ആവിർഭവിച്ചു. അത് യഥാർത്ഥമായ പരമാത്മാവായ നാരായണനെ തന്നെ അവർ വന്ന് മരണമാല്യം അണിയിച്ചു. ഭഗവാനെ തന്നെ തിരിച്ചറിഞ്ഞു. അവിടെ ബ്രഹ്മാവും ദേവന്മാരും ശിവനും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ചില കൊച്ചു കൊച്ചു ദോഷങ്ങൾ ഉണ്ടെന്ന് തോന്നിയ ദേവി ആരെക്കാളും സർവപ്രകാരണേയും അഭിരമനായിരിക്കുന്ന ആ ഭഗവാനെ തന്നെ വർണ്ണമാല്യം അർപ്പിച്ചു. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നമുക്കിനി അതിൻ്റെ ബാക്കി വായിക്കാം. ശ്ലോകം 8. ഉരസാ തരസാ മമാനിധൈനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ത്വത് ഉരോ വിലസൽ തത് ഈഷണശ്രീ പരിവൃഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം. ഉരസാ തരസാ മമാനിധൈനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ത്വദുരോ വിലസൽ തത് ഈഷണശ്രീ പരിവൃഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം. ഈ ശ്ലോകത്തിൽ ലോകമാതാവ് എന്നാണ്. അപ്പോൾ പരമ്പൊരുളായിരിക്കുന്ന പരമേശ്വരൻ, ലോകപിതാവായിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ ഭാര്യയാണ് ലോകമാതാവായ അമ്മ ദേവി. ആ ദേവി ഭഗവാനിൽ മാത്രം, അതായത് പരമാത്മാവായ നാരായണനിൽ മാത്രം മനം വയ്ക്കുന്നതാണ്. കാരണം പരമാത്മാവിൻ്റെ അതിൽ നിന്നുണ്ടാകുന്നതാണല്ലോ ഈ അമ്മ ദേവി. രണ്ടും കൂടെ ചേർന്നതാണല്ലോ പരബ്രഹ്മമായ വസ്തു, നിഷ്കളമായ ബ്രഹ്മവസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ആ പരമാത്മാവിൽ തന്നെ ഉള്ളതാണ് ആ ദേവി. അത് അവിടെ തന്നെ ലയിക്കേണ്ടതാണ് ആ പരമാത്മാവിൽ. അതാണ് നമുക്ക് നാരായണനായ ഭഗവാൻ മഹാവിഷ്ണു ആ പരമ്പൊരുളാണ്. അപ്പോൾ ലോകമാതാവ് ആ പരമ്പൊരുളിൻ്റെ തന്നെ അംശമാണ്. അതായത് ആ ദേവി അവിടുത്തെ ഭാര്യയാണ്. അപ്പോൾ ലോകമാതാവ് ആയിരിക്കുന്ന അമ്മ ഭഗവാനിൽ മാത്രം മനം വയ്ക്കുന്നതും, മറ്റാരെങ്കിലും മനം വയ്ക്കുമോ? ഇല്ല. മറ്റാരിലും മനം വയ്ക്കാത്തവളുമാണ്. അപ്പോൾ ഭഗവാനിൽ മാത്രം മനം വയ്ക്കുകയും ചെയ്യും, മറ്റാരിലും തന്നെ മനം വയ്ക്കത്തതുമില്ല. അങ്ങനെയുള്ള ദേവിയെ അങ്ങ് തിരുമാറിൽ ഇടം നൽകി ആദരിച്ചു. ആരാ? ഭഗവാൻ നാരായണൻ തിരുമാറിൽ തന്നെ ഇടം നൽകി അമ്മയെ ആദരിച്ചു. ഇത് നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ്. ഭഗവാനിൽ ഉള്ള ആ ഒരു സ്ത്രീ അമ്മ ദേവി, അത് ഭഗവാൻ അവിടെ ഇടം നൽകി ആദരിച്ചു എന്നാണ്. നമ്മൾ എത്ര പേര് ഈ ഭൂമിയിൽ, നമ്മൾ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അതും ഇതുപോലാണല്ലോ. അപ്പോൾ ആദരിക്കുക എന്ന് പറയുന്നത് ആ അമ്മയെ ആ ഭർത്താവായ ഭഗവാൻ ആദരിച്ചെങ്കിൽ ആ ദേവിയെ ഇവിടങ്ങളിൽ 100-നോ അല്ലെ 1000-നോ 1-ഓ 2-ഓ പേരെ അങ്ങനെ ഒരു ഭാര്യയെ സ്വന്തം പത്നിയായി ആദരിക്കുകയുള്ളൂ. അല്ലാത്തവരെല്ലാം അടിമകളായിട്ടിട്ട് ചവിട്ടും. ഒരുപാട് പുരുഷന്മാരങ്ങനെയാണ്. എൻ്റെ അടിമയാണ് നീ എന്നുള്ള രീതിയിലാണ് അവർക്ക് പറഞ്ഞു വച്ചേക്കുന്നതാണ് ഈ സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു അവജ്ഞയായിട്ടാണ് കാണുന്നത് ഒരുപാട് പേര്. ഇവിടെ ഭഗവാൻ എന്ത് ചെയ്യുക? ആദരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ ദേവിയും അതുപോലെ ആ ഭഗവാനെ ആദരിച്ച് വേറെ ആരിലും മനം വയ്ക്കാതെ ഭഗവാനിൽ തന്നെ മനം വയ്ക്കുന്ന അമ്മ ദേവി ആ ഭർത്താവായ നാരായണനെ തന്നെ മനം വയ്ക്കുന്നു. അപ്പോൾ ഭഗവാനും അതുപോലെ തന്നെ ആദരിച്ച് ഇടം നൽകി ആ തിരുമാറിൽ, അങ്ങയെ തിരുമാറിൽ വിളങ്ങുന്ന, അങ്ങനെ ആ ഭഗവാനിൽ തന്നെ തിരുമാറിൽ വിളങ്ങുന്ന ദേവിയുടെ കടാക്ഷ വർഷത്താൽ ലോകം മുഴുവനും സർവ്വസമ്പൽ സമൃദ്ധമായി തീർന്നു. അപ്പോൾ ലോകം മുഴുവനും സമ്പൽ സമൃദ്ധി വേണമെങ്കിൽ ദേവി വേണം, പുരുഷൻ മാത്രം പോരാ. ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇത് പെറ്റുപെരുകുന്നതാണ്. അവിടെ സ്ത്രീലിംഗം തന്നെ വേണം. ഭൂമിയിൽ മുന്നോട്ട് പ്രജകളായാലും എന്തുമായാലും സസ്യമായാലും എന്ത് വേണമെങ്കിലും മുന്നോട്ട് ആവർത്തിച്ച് പോകണമെങ്കിൽ ഈ അമ്മ ദേവി തന്നെ വേണം. അപ്പോൾ ആദരിച്ച് ഭഗവാൻ തിരുമാറിൽ തന്നെ ഇടം നൽകിയതുകൊണ്ട് എന്ത് വന്നു? ആ അങ്ങയെ തിരുമാറിൽ വിളങ്ങുന്ന ആ ദേവിയുടെ കടാക്ഷ വർഷത്താൽ. അപ്പോൾ ദേവിയെ അത്രമാത്രം ആദരിച്ചപ്പോൾ ആ അമ്മ ദേവിയിൽ നിന്ന് കടാക്ഷ വർഷം ഉണ്ടാകും. അത്രമാത്രം സ്നേഹത്തോടുകൂടി
ആ ഭഗവാൻ അവരെ ആദരിക്കുമ്പോൾ അമ്മ ദേവിയാകുന്ന അമ്മയിൽ നിന്ന് കടാക്ഷ വർഷത്താൽ എന്ത് വന്നു? ലോകം മുഴുവനും സർവ്വസമ്പൽ സമൃദ്ധമായി തീർന്നു. ഈ ലോകത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കേരളമോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ ഒക്കെ എന്താ കടാക്ഷം ഇല്ല. അമ്മയെ ഇട്ട് ചവിട്ടുന്നു, ഒരുപാട് സ്ത്രീകളെ വിഷമിപ്പിക്കുന്നു, കൊല്ലുന്നു. അതായത് എന്തെല്ലാം രീതിയിലാണ് ഈ പുരുഷന്മാർ ഉപദ്രവിക്കുന്നത്. എങ്ങനെയല്ല പൊടി കുഞ്ഞുങ്ങളെ വരെ. അപ്പോൾ പിന്നെ എങ്ങനെ ഇവിടെ ലോകം നന്നാവും? സർവ്വ സമ്പൽ സമൃദ്ധി എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? ശാപമല്ലേ ഈ ഭൂമിക്കുള്ളത്? എവിടെയെങ്കിലും ആണുങ്ങളിങ്ങനെ പോയി കുടിച്ച് മരുന്നും, അതായത് മദ്യവും കഴിച്ചിട്ട് വന്നിട്ട് സ്ത്രീകളെ ചവിട്ടി അരയ്ക്കുന്നതിന് ഒരു നിവൃത്തിയില്ലാത്ത രീതിയിലാണെന്ന് ലോകം നടക്കുന്നത്. അടിയോ ഇവന്മാർക്കൊക്കെ വെച്ചും വിളമ്പിയും കൊടുക്കുകയും വേണം, അവന്മാരുടെയൊക്കെ മക്കളെ വളർത്തുകയും വേണം, അവരുടെയൊക്കെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുകയും വേണം. എന്നിട്ട് ചവിട്ടും കൊണ്ട് അടിയും കൊണ്ട് അവരുടെ കുടിച്ചിട്ട് മറ്റ് എന്തും അവരുടെ എൻ്റെ അടിമയാടി നീ ഇതൊക്കെ അനുഭവിക്കാനുള്ളവളാണ്, അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ പെണ്ണായിട്ട് സൃഷ്ടിച്ചത് ഞങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെ ഇട്ട് ചവിട്ടി അരയ്ക്കുന്നവന്മാർക്ക് കേൾക്കാനാണ് ഞാനിത് പറയുന്നത്. എനിക്കതിനൊരു അറപ്പും പുളിപ്പും ഇല്ല ഇത് പറയുന്നതിന്. കാരണം ഇന്ന് ലോകം മൊത്തം അങ്ങനെ നശിച്ചിട്ട് വെണ്ണീറായി കഴിഞ്ഞ ലോകം എന്താ? കടാക്ഷമില്ല, ദേവീ കടാക്ഷമില്ല. ഇവിടെ എങ്ങനെ സർവ്വസമ്പൽ സമൃദ്ധി ഉണ്ടാകും? ദേവിയെ അങ്ങനെ ആക്കിയിട്ട്, ഈ ദേവി എന്ന് പറഞ്ഞത് ഈ ലോക പ്രപഞ്ചത്തിലെ എല്ലാ സ്ത്രീലിംഗമായിട്ടുള്ള എല്ലാവരും ദേവിയുടെ അംശമാണ്. അപ്പോൾ ആ സ്ത്രീകളെ കഷ്ടപ്പെടുത്തുമ്പോൾ ഇവിടെ സർവ്വസമ്പൽ സമൃദ്ധി ഉണ്ടാകുമോ? ഇവിടെ നശിക്കുമല്ലേ ഈ ലോകം. അതുകൊണ്ട് സർവ്വസമ്പൽ സമർത്ഥമായി തീർന്നണമെങ്കിൽ ദേവീ കടാക്ഷം വേണം. ദേവിയെ കടാക്ഷിക്കണമെങ്കിൽ പുരുഷന്മാരവിടെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. അവർ ദേവിയാണെന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്, ഇത് പറയുന്നതല്ല. ഇത് മൊത്തവും ഞാൻ അനുഭവിക്കുന്ന ഞാനും ഇതിൻ്റെ ഒരു അംഗമാണ്. എൻ്റെ നല്ല സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തീർത്ത് പറയാം. എന്നോടും പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ അടിമയാണ്, നീ ഇതൊക്കെ ചെയ്യാനുള്ളവളാണ്. ഇങ്ങനെ എന്നെ ഇതുപോലെ ചെയ്തൊരു പുരുഷൻ എനിക്കുണ്ട്. ഇപ്പോൾ അതെല്ലാം മാറി അവനവൻ്റെ കാര്യം നോക്കുന്ന ദൈവം അങ്ങനെ അങ്ങ് ആക്കി വെച്ചു. എനിക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വെള്ളം അടിച്ചിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അടി കൊള്ളാതിരുന്നത് എൻ്റെ ഭാഗ്യം. അടിച്ചിട്ടും ഉണ്ട്, ഒരു തവണ അടിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ ഈ ഒടുവിൽ തന്നെ എന്നെ തള്ളി മറിച്ചിട്ടുണ്ട്. എനിക്ക് വാദമാണ്, പുറന്നോട്ട് എങ്ങോട്ടാ ചാഞ്ഞാൽ അങ്ങോട്ടങ്ങ് വീഴുന്ന എന്നെ തള്ളിയിട്ടിട്ടുണ്ട് ഈ വയ്യാത്ത നാളിലും. അങ്ങനെ ഉള്ള ഒരു പുരുഷൻ എനിക്കും ഉണ്ടാകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ഇതാണ് ലോകത്തിൻ്റെ ചരിത്രം. ഈ ലോകം ഇങ്ങനെ ആയിപ്പോയതെല്ലാം ഈ എല്ലാ പുരുഷന്മാരെയും ഞാൻ പറയുന്നില്ല. 100ന് 1 കാണും നല്ല പുരുഷന്മാർ, ബാക്കി എല്ലാം ഇത് തന്നെയാണ്. അല്ലാതെ 1000-ൽ ചിലപ്പോൾ 10 അല്ലെങ്കിൽ 100 കാണാം, അതിൽ കൂടുതലൊന്നും കാണത്തില്ല. അത് ഭാര്യയും നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണ്, നമ്മൾ അംഗമാണ്, എൻ്റെ മക്കളെ പോലെ തന്നെയാണ്, ഭാര്യയെ സ്നേഹിക്കണം. ഇങ്ങനെ കാണുന്ന കുറച്ച് പുരുഷന്മാരെ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ മക്കളെ വളർത്താനുള്ളവളും എൻ്റെ വേലക്കാരിയായിട്ട് അടിമയായിട്ട് കിടക്കേണ്ടുന്നവളും ആണ് എന്നുള്ള ചിന്തയാണ് ഇന്ന് ഒരുപാട് പുരുഷന്മാർക്കുള്ളത്. അതുകൊണ്ടാണല്ലോ അവർ താന്തോന്നികളായിട്ട് ഇങ്ങനെ കുടിച്ചും പിടുത്തും നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ തീർത്ത് പറയും. ആരായാലും അത് സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് എൻ്റെ പരമാത്മാവായ നാരായണൻ്റെ ശക്തി എന്നിലുള്ളതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ എന്നേ ഞാനും മണ്ണടിഞ്ഞ് പോണ്ടേ. ആത്മഹത്യ പല തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ ഭഗവാൻ എന്നെ അതിനെ അനുവദിക്കാതെ എന്നെ ഇട്ടു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഭൂമി നന്നാവണമെങ്കിൽ ഇവിടെ അമ്മയുടെ ദേവിയുടെ കടാക്ഷം വേണം. അതുകൊണ്ടാണ് ഇന്നിവിടെ ദുരിതങ്ങൾ കൊണ്ടങ്ങ് നിറയുന്നത്. പ്രകൃതി ശോഭിച്ച് ഇരിക്കുവാണ്. നമുക്ക് അടുത്ത 9ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 9. അതിമോഹന വിഭ്രമാതദാനി മദയന്തി ഖലു വാരുണി നിരാകാൽ തമസ പദവീം അദാസ്ത്വയേനാം അതിസമ്മാനനയാമഹ അസുരേഭ്യ. അതിമോഹന വിഭ്രമാതദാനീം മദയന്തി ഖലു വാരുണീ നിരാഗാത് തമസ പദവീം അദാസ്ത്വം യേനാം അതിസമ്മാനനയാമഹ അസുരേഭ്യ. ആ അവസരത്തിൽ, അതായത് അമ്മയുടെ ദേവീ കടാക്ഷമായിരിക്കുന്ന സർവ്വസമ്പൽ സമൃദ്ധിയായി തീർന്ന അമ്മയുടെ കടാക്ഷം കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അതിമോഹമുളവാക്കുന്നതും ലഹരി പിടിപ്പിക്കുന്നതുമായ വാരുണി ആവിർഭവിച്ചു. അതായത് മദ്യം, വാരുണി. അജ്ഞാന കാരണമായ അതിനെ അവിടുന്ന് അസുരർക്ക് നൽകി.
ഈ അസുര സ്വഭാവം കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ ഈ മദ്യം അത് അവിടെ നിന്നേ പറഞ്ഞേക്കുന്നതായി. അത് ഈ ലോകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ കാരണം. അസുരരുടെ സ്വഭാവ ഗുണം അറിഞ്ഞ് തന്നെയാണ് മദ്യം അവർക്ക് നൽകിയത്. അവർ അജ്ഞാനികളും അഹങ്കാരികളുമാണ്. മദ്യം അത് വർദ്ധിപ്പിക്കുന്നതിന് അസഹായവുമാണ്. അപ്പോൾ ഈ അസുരന്മാർക്കുള്ള അഹങ്കാരവും അജ്ഞാനവും എല്ലാം നിലനിൽക്കത്തോളം കാലം അഹങ്കാരം കൊണ്ടൊക്കെ നിൽക്കുന്നവരാണ് ഈ അസുര സ്വഭാവമുള്ളവർ. അവർക്ക് തന്നെ അത് സഹായകമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ അസുരർക്ക് തന്നെ ഈ മദ്യം നൽകി. അത് സത്യമായ കാര്യമാണ്. ഈ അസുര സ്വഭാവം ഉള്ളവരാണ് ഇവർ. അതായത് ആ നക്ഷത്രം പോലും അസുരനാണ്. അങ്ങനെ വരുമ്പോൾ ഈ ലഹരി അവർക്ക് വേണ്ടി തന്നെയാണ് ഈ ലോകത്തുണ്ടായത്. അതുകൊണ്ടാണല്ലോ അതിമോഹം ഉളവാക്കുന്നതും ലഹരി പിടിപ്പിക്കുന്നതുമായ വാരുണി ആവിർഭവിച്ചത് പാലാഴിൽ നിന്ന്. അപ്പോൾ അജ്ഞാന കാരണമായ അതിനെ അറിവില്ലായ്മ കൂടുതലുണ്ടാക്കും. അപ്പോൾ അത് ആർക്ക് നൽകി? അസുരന്മാർക്ക്, അസുരൻ്റെ സ്വഭാവമുള്ള മനുഷ്യർക്കാണ് നൽകിയത്. അത് നമുക്ക് മനസ്സിലാക്കാം. ഈ ലോകം മൊത്തവും ആസുരീഭാവമുള്ളവരാണ്. അവരാണല്ലോ ഈ മദ്യം കഴിക്കുന്നതാണ്. അവർക്ക് അറിവില്ല, അജ്ഞാനികളാ. കൂരിട്ടാരുടെ ഉള്ളിൽ മൊത്തം അവർക്ക് വെളിവില്ല. അപ്പോൾ ഇതുകൂടെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി കൂടെ കിടന്ന് തകർക്കും. അതുകൊണ്ട് അവർക്ക് തന്നെ, അസുരന്മാർക്ക് തന്നെ ഈ മദ്യവും കൊടുത്തു. അത് എന്തിനാ? അവരുടെ അഹങ്കാരം വർദ്ധിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതിന് സഹായവും കൂടെ ആവുമല്ലോ ഈ മദ്യം. അഹങ്കാരികൾക്ക് ഒന്നുകൂടെ 10 മടങ്ങ് അഹങ്കാരം വർദ്ധിക്കാൻ വേണ്ടി തന്നെയാണ് അവർക്ക് തന്നെ നൽകിയത്. ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ഓരോ പുരുഷന്മാരുടെ ചരിത്രങ്ങൾ. അത് നമുക്കിനി 10ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 10. തരുണാംബുധ സുന്ദരസ്തദാത്വം നനുധന്യുന്തരർ ഉദ്ധിതോ അംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹരമാരുതാലയേശ. തരുണാംബുധ സുന്ദരസ്തദാത്വം നനുധന്യുന്തരർ ഉദ്ധിതോ അംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹരമാരുതാലയേശ. ഈ വാരുണി ആവിർഭവിച്ച്, അതായത് മദ്യം ആവിർഭവിച്ച ഉടനെ തന്നെ മറ്റെന്താ വന്ന പുതുമേഘത്തിൻ്റെ അഴകാർന്ന രൂപത്തിൽ. പുതുമേഘം എന്ന് വെച്ചാൽ വേറൊരു പ്രത്യേക ഒരു കളറാണ്. അതിൻ്റെ അഴകാർന്ന രൂപത്തിൽ കരകമലങ്ങളിൽ അമൃതകലശമേന്തി പാലാഴിയിൽ നിന്ന് ധന്വന്തരീ മൂർത്തിയായി അവതരിച്ചു. അപ്പോൾ മദ്യം അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ അത് അഹങ്കാരികളായ അസുരന്മാർക്ക് കൊടുത്തല്ലോ. അതിൻ്റെ ഉടനെ തന്നെ അഴകാർന്ന പുതുമേഘത്തിൻ്റെ രൂപത്തിൽ കരകമലങ്ങളിൽ കലശമേന്തിക്കൊണ്ട് ആരാ വന്ന ധന്വന്തരീ മൂർത്തി അവതരിച്ചു. പാലാഴിൽ നിന്ന് അങ്ങനെ അമൃത് വന്നു. ആ ധന്വന്തരി മൂർത്തിയായി അവതരിച്ച ഗുരുവായൂരപ്പ, ഇതെല്ലാം അങ്ങനെ ആരാ ഇങ്ങനെ വരുന്നത്? എല്ലാം ഭഗവാൻ നാരായണനോട് വർണ്ണിക്കുന്ന അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ സകല ദുഃഖങ്ങൾ തീർത്ത് രക്ഷിക്കണമേ എന്നിവിടെ പട്ടത്തിരിപ്പാട് പറയുന്നു. ഇത്രയെല്ലാം നടത്തി വന്ന ഒരു ഭഗവാനോട് പറയുക, അത്രമാത്രം വർണ്ണിച്ച് പറയുന്നു. അങ്ങനെയെല്ലാം ധന്വന്തരീമൂർത്തിയായി വന്ന് അവതരിച്ച്, ഇതെല്ലാം ഭഗവാന്റെ അവതാരങ്ങളാണല്ലോ. ഈ ആയുർവേദം എന്ന് പറയുന്നത് അങ്ങനെ ആണ്. അതാ അമൃത്. ആ ഒരു മരുന്ന്, ആ ഒരു അമൃത്, അത് എന്ത് രോഗത്തിനെ മാറ്റാനാണ് ഈ ലോകത്തിൽ ഭഗവാൻ ധന്വന്തരീമൂർത്തിയായി വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാൻ അങ്ങനെ വന്നല്ലേ ഔഷധം കൊണ്ട് വരണ്ടേ? അതുകൊണ്ട് ഭഗവാനെ, അങ്ങനെയുള്ള നാരായണ സകല ദുഃഖങ്ങളും തീർത്ത് രക്ഷിക്കണമേ. അതുകൊണ്ട് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, അമൃത് കൊണ്ട് ദേവഗണ രക്ഷ വഹിച്ച അങ്ങ് ദേവഗണങ്ങളെ മൊത്തവും രക്ഷിച്ചു. അങ്ങനെ രക്ഷിച്ച് അവരുടെ ജരാനര മാറ്റാൻ, ആ രോഗം മാറ്റാൻ ഭഗവാൻ അവതരിച്ച് ധന്വന്തരിമൂർത്തിയായി വന്ന് അമൃതം കൊണ്ടുവന്ന ആ ഭഗവാനെ, അങ്ങനെയുള്ള നാരായണ എൻ്റെ രോഗവും സകല ദുഃഖങ്ങളും മാറ്റിത്തരണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇതാണിവിടെ ഇന്നത്തെ ലക്ഷ്മി സ്വയംവരത്തിനകത്തുള്ളത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.